സഭയുടെ മേജർ സെമിനാരികൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്ന കാലഘട്ടമാണിന്ന്. ഇവിടെയെല്ലാം റെക്ടർമാർ സെമിനാരികളുടെ നടത്തിപ്പിനായി ക്ലേശിക്കുമ്പോഴും അതിലവർ വിജയിക്കുന്നുണ്ട്. എന്നാൽ തൃശൂർ മുളയം മേരിമാത മേജർ സെമിനാരിയെ ഈ ബുദ്ധിമുട്ടുകൾ ബാധിക്കുന്നില്ല. മേരിമാതയെ നടത്തിക്കൊണ്ടുപോകുന്നത് ദൈവജനം നൽകുന്ന സാമ്പത്തിക പിന്തുണ മൂലമാണെന്നും ഇതിനു പിന്നിൽ അതിരൂപത പിതാക്കന്മാരുടെ ശരിയായ ബോധവൽക്കരണമുണ്ടെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. അതേസമയം സഭാസിനഡ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മുഖ്യ വിഷയങ്ങളിൽ ഒന്നാണ് സെമിനാരി പരിശീലനമെന്നും വ്യക്തമാക്കി. മുളയം മേരിമാത മേജർ സെമിനാരി രജത ജൂബിലി വർഷത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. സെമിനാരികൾ സഭയുടേതാണ്. സഭയെന്ന് പറയുന്നത് ദൈവജനമാണ്. അപ്പോൾ ദൈവജനം സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന, സമൂഹത്തിന് സേവനം ചെയ്യുന്ന വൈദികരെ പരിശീലിപ്പിക്കുന്നതിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കണം. ആ ഒരു ഉത്തരവാദിത്വ ബോധം ഇവിടെ കാണുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ സെമിനാരിയുടെ പരിശീലനത്തിൽ അജപാലന ആഭിമുഖ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഇപ്പോൾ സിനഡാലിറ്റി പറയുന്ന പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്ന ഒന്നാണ്, നാം എല്ലാവരും ദൗത്യബോധമുള്ളവരായിരിക്കണം, മിഷൻ ഓറിയൻറ്റഡ്. അപ്പോൾ അങ്ങനെ അജപാലനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ സെമിനാരിയിൽ ഇനി മിഷൻ, അതായത് ദൗത്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമുണ്ടാകണം, പ്രേക്ഷിത പ്രവർത്തനമുണ്ടാകണം. അതോടൊപ്പം എവിടെയായിരുന്നാലും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കർത്താവായ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നതായിരിക്കണം. ദൈവവിശ്വാസമില്ലാത്തവർക്ക് പോലും നമുക്ക് കർത്താവായ ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കും. കർത്താവ് അങ്ങനെയായിരുന്നു. നമുക്ക് ജനങ്ങൾക്ക് കർത്താവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുക, അവിടുത്തെ കാരുണ്യം എത്തിച്ചു കൊടുക്കുക. അതാണ് സഭയുടെ ദൗത്യം. നാം ഒത്തിരിയേറെ വിമർശിക്കപ്പെടുന്നുണ്ട്, നാം ഒത്തിരിയേറെ അപഹസിക്കപ്പെടുന്നുണ്ട്, ചില സന്ദർഭങ്ങളിൽ അവഹേളിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്ന് വരികിൽ അതൊന്നും നമ്മൾ കൂട്ടാക്കുന്നില്ല. അതൊക്കെ കർത്താവായ യേശുമിശിഹായ്ക്ക് ലഭിച്ചതുപോലെ തന്നെ സഭയ്ക്കും കിട്ടും, സഭാ ശുശ്രൂഷകർക്കും കിട്ടും. സഭാ ശുശ്രൂഷയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന മെത്രാന്മാർക്ക് കൂടുതൽ കിട്ടും. ചിലപ്പോൾ അത് സഭയുടെ ഉള്ളിൽ നിന്ന് പോലും കിട്ടും. അതൊന്നും നമ്മളെ നിരാശരാക്കരുത്, നിരുത്സാഹപ്പെടുത്തരുത്. പിന്നെയോ കർമ്മബദ്ധതയോടുകൂടി, ഉത്സാഹത്തോടുകൂടി, സ്നേഹത്തോടുകൂടി എപ്പോഴും മുന്നോട്ട് നടക്കുന്നവരായിരിക്കണം സഭാ ശുശ്രൂഷകർ. തൃശൂർ അതിരൂപത അധ്യക്ഷനും മേരിമാത മേജർ സെമിനാരി ചെയർമാനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ജൂബിലിയുടെ അവസരത്തിൽ അത് ബെനഡിക്ട് മാർപ്പാപ്പയുടെ ശൈലി ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എൻ ഒക്കേഷൻ ഓഫ് റിട്രോസ്പെക്ഷൻ, ഇൻട്രോസ്പെക്ഷൻ ആൻഡ് പ്രോസ്പെക്ഷൻ. അതൊരു തിരിഞ്ഞു നോട്ടമാണ്. തിരിഞ്ഞു നോക്കുന്നത് തിരിച്ചറിവ് നേടാനാണ്. അത് തീരം തേടി മുന്നോട്ട് പോകാൻ, ലുക്കിംഗ് ബാക്ക്, ലുക്കിംഗ് ഇൻ ടു ആൻഡ് ലുക്കിംഗ് ഫോർവേഡ്. തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. റിട്രോസ്പെക്ഷൻ. ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ പലതും തിരിച്ചെടുക്കേണ്ടി വരും, പലതും തിരിച്ച് ആവശ്യമില്ലാത്തതൊക്കെ വല്ലതും കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും, തിരിഞ്ഞ് നടക്കേണ്ടി വരും. അതിനേക്കാൾ എല്ലാത്തിലും ഉപരി തിരിച്ചറിവ് നേടുകയും തീരുമാനമെടുക്കുകയും തീരം നോക്കലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മേരി മാതായുടെ ലക്ഷ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ, മാതാവിൻ്റെ മാതൃകയിൽ ഇവിടെ വൈദിക വിദ്യാർത്ഥികളിൽ യേശു രൂപപ്പെടലാണ്. വൈദിക പരിശീലനത്തിലൂടെ ജീവിക്കുന്ന ക്രിസ്തുവായി ഓരോ വൈദികനും മാറണമെന്നും എല്ലാ വൈദികർക്കും സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. നമ്മുടെ ആത്മീയന്മാർ, പള്ളിയിലെത്തിച്ചേരുന്ന മുഴുവൻ വിശ്വാസികളും ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവായി കാണുന്നത് ഈ ആലയത്തിലെ പുരോഹിതന്മാരെയാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവായി ഓരോ പുരോഹിതനും മാറണം. അത് വിശ്വാസിക്ക് മാത്രമല്ല, സമൂഹത്തിനാകെ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ് എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ മേജർ സെമിനാരി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഓരോ പുരോഹിതരും എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേരിമാത സെമിനാരിയുടെ സ്ഥാപക പിതാവും തൃശൂർ അതിരൂപത മുൻ അധ്യക്ഷനുമായ അഭിവന്യ മാർ ജേക്കബ് തുങ്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ ദൈവം തന്നെ അനുഗ്രഹങ്ങളെല്ലാം ഓർത്താൽ നമ്മൾക്ക് ശരിക്കും ഓർത്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ കരഞ്ഞു പോകും. കാരണം അത്രയേറെ കാരുണ്യമാണ് ദൈവം നമ്മുടെ കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മുടെ പിതാക്കന്മാർ രണ്ടുപേരും പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ. ഇനി മിഷൻ പ്രവർത്തനം നടത്താനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വരാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞു. പൈസ പുറത്തുനിന്ന് വരാൻ വളരെ പ്രയാസമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ തൃശ്ശൂർ പോലുള്ള രൂപതകൾ മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തെങ്കിൽ സാധിക്കുള്ളൂ. ഒരു ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ സെമിനാരി അവർക്കൂടെ പഠിക്കാൻ വിട്ടുകൊടുക്കുകയും
അതിനുള്ള പൈസ ചെലവ് നമ്മൾ തന്നെ വഹിക്കുകയും ചെയ്യണം. പൗരസ്ത്യ കൽദായ സഭ മെത്രാപ്പൊലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, ഡോക്ടർ മേരി റെജീന തുടങ്ങി നിരവധി പേർ ആശംസകൾ നേർന്നും സംസാരിച്ചു. മേരി മാത മേജർ സെമിനാരി റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ സ്വാഗതം ആശംസിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന കൃതജ്ഞതാ ബലിക്ക് അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വമേകി. മറ്റു പിതാക്കന്മാർ സഹകാർമ്മികത്വം വഹിച്ചു. മേരിമാത മേജർ സെമിനാരി പ്രഥമ റെക്ടറും ശംഷാബാദ് രൂപതാധ്യക്ഷനുമായ ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വചനസന്ദേശം നൽകി. സഭയുടെ തന്നെ പ്രകാശഗോപുരമായി തല ഉയർത്തി നിൽക്കുന്ന മുളയം മേരിമാത മേജർ സെമിനാരിയുടെ രജത ജൂബിലി സമാപന ആഘോഷത്തിൽ തൃശൂർ അതിരൂപത സഹായ മേത്രൻ മാർ ടോണി നീലങ്കാവിൽ, മാർ ബോസ്കോ പുത്തൂർ, മാർ സ്റ്റീഫൻ ചിറപ്പണത്ത്, വികാരി ജനറൽമാർ, വിവിധ സെമിനാറി റെക്ടർമാർ, വിവിധ സന്യസ്ത സമൂഹാംഗങ്ങൾ, വൈദിക വിദ്യാർത്ഥികൾ, വിശ്വാസി സമൂഹവും പങ്കുചേർന്നു. ഷെക്കന ന്യൂസ്, തൃശൂർ.